നമുക്ക് എല്ലാ ജേണൽ ചെയ്യാൻ തുടങ്ങിയ ബിഗിനേഴ്സിനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജേണൽ സ്പ്രെഡ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് സ്റ്റിക്കി നോട്ട്സ് ആണ്. കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ജേണൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, എന്ത് കളർ പേപ്പറാണോ അല്ലെങ്കിൽ എന്ത് പേപ്പേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അത് വെച്ചിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണലാണ്. അപ്പോൾ ഞാൻ കുറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു തീമാണ് ഇത്തവണ ചെയ്യുന്നത്. കളർഫുള്ളായിട്ടുള്ള ഒരു ജേണൽ സ്പ്രെഡും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജേണൽ സ്പ്രെഡാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വാഷ് ഷീറ്റ് അപ്പം കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ജേണൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ടുള്ള സ്പേസ്, ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളത് റൈറ്റിങ്സ് ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ കൂടുതൽ സപ്ലൈസ് ഒന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ റൈറ്റിങ്സോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് സോങ്സിൻ്റെ ലിറിക്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസൊക്കെ ഫിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ച് ഇങ്ങനെ തട്ടിക്കൂട്ടിയ ഒരു സിമ്പിൾ ജേണലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമ്മൾ എന്താണ് ക്രിയേറ്റീവായി ചെയ്യുക എന്നതിലാണ് കാര്യം. അല്ലാണ്ട് കുറേ സപ്ലൈസൊക്കെ വെച്ച് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് ചെയ്യുന്നതാണ് ഈ ജേണൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കറിൽ അല്ലെങ്കിൽ കളർഫുൾ പേപ്പറിൽ വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുന്നതിന് പകരം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് ക്രിയേറ്റീവായി ചെയ്യാൻ നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.